ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് ഇനി പുതുമുഖം. 38 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പുനരുൽപാദനവും പുനരുപയോഗവും സാധ്യമല്ലാത്ത മാലിന്യങ്ങൾ ഇനി സിമന്റ് ഫാക്ടറികളിൽ ഇന്ധനമാകും. തൃക്കലങ്ങോട് പഞ്ചായത്തിലെ പുലത്താണ് ഇതിന് സൗകര്യമൊരുങ്ങിയത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ വോംസ് ആണ് പുതിയ ആശയത്തിന് പിന്നിൽ. RDF പ്ലാൻ ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. എല്ലായിടങ്ങളിലും RDF സാങ്കേതിക മികവുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ അനിവാര്യമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. റിജക്റ്റഡ് വേസ്റ്റ് ആണ് എല്ലാവരുടെയും വലിയൊരു ഇഷ്യൂ എല്ലാ പഞ്ചായത്തിലും. അപ്പോൾ റിജക്റ്റഡ് വേസ്റ്റിന് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത മാതൃകാപരമാണ് മറ്റൊരാളെ നമുക്ക് ഈ ഫെസിലിറ്റി കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്താൻ സാധിക്കും. റിജക്റ്റഡ് വേസ്റ്റിന് എൻവയോൺമെന്റൽ ഹസാർഡില്ലാതെ പ്രോസസ് ചെയ്യുകയും അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. വളരെ മാതൃകാപരമായ കാര്യം. ഇത് പഞ്ചായത്തുകളെ സംബന്ധിച്ച് വലിയൊരു സൊല്യൂഷൻ, വലിയൊരു തലവേദനയ്ക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ ഇത്തരം ഫെസിലിറ്റികൾ ഒരുപാട് വേണ്ടിവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന റിജക്റ്റഡ് വേസ്റ്റിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഇങ്ങോട്ട് എത്തുന്നുള്ളൂ, 10% താഴെയാണ്. അപ്പോൾ ഇതിന് 10 സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പോലും മതിയാകാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊരു മോഡലാണ്. കൂടുതൽ പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ പ്രൈവറ്റ് സംരംഭകർ മുമ്പോട്ട് വന്നാൽ ഒരു വലിയ കാര്യമാണ്. ഈ വലിയൊരു വിപത്തിന്, ലോകം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിപത്തിന് നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. അതിന് ഒട്ടും ഇനി കാലതാമസം ഉണ്ടാകുന്നില്ല. വളരെ മാതൃകാപരമായ ഈ പ്രോജക്റ്റ് മുമ്പോട്ട് വെച്ച് ഇത് നടപ്പിലാക്കി വിഷമകരമായൊരു കാര്യം. ഇച്ഛാശക്തിയുടെ ചെറുപ്പക്കാർ മുമ്പോട്ട് നിർബന്ധിച്ച് വളരെ നന്നായി ഭംഗിയായി നടപ്പിലാക്കി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെ അഭിനന്ദിച്ചുകൊണ്ട് ഇതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ പ്ലാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഒരേക്കർ സ്ഥലത്താണ് ആധുനിക രീതിയിലുള്ള പ്ലാന്റ് ഒരുക്കിയത്. ഇന്ധനം ഉൽപ്പാദിപ്പിച്ച സിമന്റ് ഫാക്ടറികൾ, വൈദ്യുതി ഉൽപാദന പ്ലാന്റുകൾ എന്നിവയ്ക്ക് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. പുനരുപയോഗിക്കാനാവാത്ത മാലിന്യങ്ങളാണ് ഉയർന്ന താപനിലയിൽ സംസ്കരിച്ച ഇന്ധനമാക്കി മാറ്റുന്നത്. പ്ലാസ്റ്റിക്, തെർമോകോൾ, സാനിറ്ററി നാപ്കിൻ തുടങ്ങി സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള മാലിന്യങ്ങളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കാനാകും. ഹരിതകർമ്മസേന ശേഖരിച്ചു നൽകുന്ന ഖരമാലിന്യത്തിന്റെ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം. ഗ്രീൻ വെംസ് ഫൗണ്ടറും സിഇഒയുമായ ജാബിർ കാരാട്ട് അധ്യക്ഷത വഹിച്ചു. ഗ്രീൻ വെംസിന്റെ ഹരിതകർമ്മസേനയ്ക്കുള്ള നൈപുണ്യ വികസന ശില്പശാലയുടെ ഇമ്പാക്ട് റിപ്പോർട്ട് പ്രകാശനം ഗ്രീൻ വെംസിന്റെ ക്ലസ്റ്റർ മാനേജർ മുസമ്മിൽ കളക്ടർക്ക് നൽകി നിർവഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ, തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UK മഞ്ജുഷ, വൈസ് പ്രസിഡന്റ് NP ജലാൽ, അബ്ദുൽ കലാം, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച PC അബ്ദുറഹ്മാൻ, മൈമൂന, മനോജ് കുമാർ, വിജിത്, സുഹ്രാബി, റഷീദ് മാസ്റ്റർ, D ഉണ്ണികൃഷ്ണൻ, നിഷ എടക്കുളങ്ങര, സാബിരി, ലുക്മാൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ET മോയിൻകുട്ടി, E അബ്ദു, ജനാർദ്ദനൻ നിളങ്കൂർ എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മസേന ജില്ലാ കൺസോർട്ടിയം സെക്രട്ടറി സിനി, പ്രസിഡന്റ് റഷീദ, മുഹമ്മദ് ജംഷീർ എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങളിൽ ആർത്തവാരോഗ്യത്തിന്റെ ബോധവൽക്കരണം നൽകുന്ന ഗ്രീൻ വെംസിന്റെ ആർത്തവാരോഗ്യ ബോധവൽക്കരണ പദ്ധതിയായ സ്വസ്തിയുടെ ലോഗോ പ്രകാശനം
കളക്ടർ നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള മെൻസ്ട്രൽ കപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു. ബിസിനസ് ഡെസ്ക്, ഈസ്റ്റ് ലൈൻ.